അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കൂ. എന്നാ സാറേ? ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. അവസാനിപ്പിക്കൂ. എന്നെ കുറിച്ച് എന്റെ മകന്റെ പ്രായമുള്ള ഒരാൾക്ക് ഇങ്ങനെയൊക്കെ പറയാമെങ്കിൽ പിന്നെ എനിക്കും പറയാം കേട്ടോ. അത് വേറെ ആളെ നോക്കിയാൽ മതി. ശ്യാമളൻ സാർ നല്ല ഉഷാറിലാണല്ലോ. അല്ല, ഈ നാലാംകിട കുശുമ്പും നുണയും കൂട്ടിച്ചേർത്താണ് ഇവിടെ പ്രസംഗിച്ചത്. നാലാംകിട കുശുമ്പും നുണയും കൂട്ടിച്ചേർത്താണ് പ്രസംഗിച്ചത്. അപ്പൊ പോവാലേ? ഓക്കേ. ഇവര് നേരത്തെ മൈക്കില്ലാതെ സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ മൈക്കില്ലാതെ പറഞ്ഞത് പോളെ ചെറുക്കാന്നാണ് പറഞ്ഞത്. തൂക്കിയല്ലോ നാഥ. രാജമ്മ അപ്പറഞ്ഞത് ശരിയായില്ല. ഈ മന്ത്രി നിങ്ങൾ ആ സ്ഥാനത്തിരിക്കാൻ നിങ്ങളെ യോഗ്യൻ. ആ സ്ഥാനത്തിരിക്കാൻ A few moments later. മൈക്ക് ഓഫായിരുന്ന സമയത്ത് ഇപ്രകാരം പറഞ്ഞു എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് 100% കള്ളമാണ്. എന്റെ മകന്റെ പ്രായത്തിലുള്ള ഒരു നിയമസഭാംഗം വളരെ മോശപ്പെട്ട നിലയിലാണ് എന്നെ കുറിച്ച് അവിടെ പ്രസംഗിച്ചത്. ഒരു MLA നിയമസഭയിൽ നിന്ന് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിൽ എന്തരാണ് പോയിന്റ് എന്നുള്ളത്, അവർ പറയണത് എന്തരാണെന്നുള്ളത് രാഷ്ട്രീയമായിട്ട് ചിന്തിച്ച് അതിനെന്തെങ്കിലും മറുപടി പറയാണ്ട് അതവിടെ നിന്ന് മാന്യമായിട്ട് കൊടുക്കുക. അല്ലാതെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിച്ചിട്ടൊന്നും കാര്യമില്ല. എല്ലാം പൊളിയൊന്നും ഉറപ്പായല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ കുറിച്ച് പറഞ്ഞത് അത്ര കട്ടിയുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശ്രീമതി ആർ ബിന്ദു അവർ പറഞ്ഞതുപോലെ എൻ്റെ അമ്മയുടെ പ്രായമുള്ള ആളും ഞാൻ അവരുടെ മകന്റെ പ്രായമുള്ള ആളുമാണ്. അപ്പൊ ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എൻ്റെ അമ്മയുടെ പ്രായമുള്ള ശ്രീമതി ആർ ബിന്ദുവിനോട് എനിക്ക് വളരെ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്, ഇടയ്ക്കിടയ്ക്ക് എന്താണ് സ്വന്തം വകുപ്പ് എന്നൊന്ന് ആലോചിക്കുന്നതായിരിക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്നാണ് അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ പേര്. ആ വകുപ്പിന്റെ പേരിനോട് നീതി പുലർത്തുന്ന ഒരു പെരുമാറ്റവും പ്രവർത്തനവും ഉണ്ടാകണമെന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ആഗ്രഹിച്ചാൽ ആ പൊതുസമൂഹത്തെ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. 100% ഞാൻ യോജിക്കുന്നു. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. സമാധാനമായ ഒരു സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.